ഇനി ചിരട്ടയുടെ അപ്പുറത്തേക്ക് ഉള്ള കോക്കനട്ട് പ്രോഡക്ട്സിലേക്ക് ഇറങ്ങാനുള്ള പ്ലാൻ ഉണ്ടോ ശരിക്കും? ഞാൻ ഈ പ്രൊഡക്ട്സ് ചെയ്തു തുടങ്ങി അത്യാവശ്യം ഒരു റെസ്പോൺസൊക്കെ ആയി തുടങ്ങി. ഇപ്പം എല്ലാവരും പറഞ്ഞിരുന്നു അത് ഇങ്ങനെ ഭയങ്കര ബ്ലൈൻഡായിട്ട് കോക്കനട്ട് ഷെല്ല് മാത്രം ശ്രദ്ധിക്കേണ്ട. എനിക്ക് IIMലൊരു ഇൻക്യുബേഷനും സെലക്ഷൻ കിട്ടിയിരുന്നു. അപ്പോൾ അവരും പറഞ്ഞു എൻ്റെ അടുത്ത് നിങ്ങളുടെ സൊല്യൂഷൻ കോക്കനട്ട് ഷെല്ലാണ്, അത് മാത്രമാണ് ശ്രദ്ധിക്കണത്. അതല്ല, ആൾക്കാർക്ക് എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ട് അത് നോക്കുക, ആ പ്രോബ്ലത്തിനാണ് സൊല്യൂഷൻ കണ്ടുപിടിക്കണം, അല്ലാണ്ട് നിങ്ങളുടെ കോക്കനട്ട് ഷെൽസ് എല്ലായിടത്തും കൊണ്ടൊരു സൊല്യൂഷൻ ആക്കല്ല എന്നൊക്കെ കുറേ അഡ്വൈസ് എനിക്ക് കേട്ടിരുന്നു. പക്ഷേ എപ്പോഴും ഞാൻ എൻ്റെ ഇൻറ്റ്യൂഷൻ, എത്ര വലിയ ആൾ പറഞ്ഞാലും എൻ്റെ ഒരു ഇൻറ്റ്യൂഷൻ എന്താണ് അതാണ് ഞാൻ ചെയ്യാറ്. അത് ശരിയായിരിക്കും, ബിസിനസ് പ്രിൻസിപ്പിൾ അനുസരിച്ച് അത് ശരിയായിരിക്കാം. ഒരു മെറ്റീരിയൽ മാത്രം ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് പോകുന്നത് ചിലപ്പോൾ ആ ഒരു ബിസിനസ്സിന് വലിയ രീതിയിൽ സ്കെയിൽ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കാം. പക്ഷേ ഞാനിത് സ്റ്റാർട്ട് ചെയ്തത് എനിക്കൊരു വെറുതെ ഒരു ബിസിനസ്സും അതിന് കുറേ സെയിൽസും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നില്ല, എനിക്കൊരു സോഷ്യൽ ഇൻറ്റൻഷനും കൂടി ഉണ്ട് ഇതിൽ. അപ്പോൾ ഷെൽസും ഓയിലും വേറെ എന്ത് മിൽക്കും ഡെസിക്കേറ്റഡ് കോക്കനട്ടും അങ്ങനെ എന്ത് ആയാലും അതിൽ അത്യാവശ്യം സെല്ലേഴ്സ് ഉണ്ട്, അത് നല്ല രീതിയിൽ ചെയ്യണവരും ഉണ്ട്. അപ്പോൾ എനിക്ക് ആ ഒരു സ്പേസിലേക്ക് എൻട്രി ചെയ്യണം. ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യണത് നമുക്ക് എങ്ങനെ വേൾഡിലത്തെ വേസ്റ്റ്, ഇപ്പോൾ നമുക്കറിയാം എത്ര kg പ്ലാസ്റ്റിക് വേസ്റ്റ് നമ്മൾ ഓരോരുത്തരും ക്രിയേറ്റ് ചെയ്യണമെന്ന്, അതൊക്കെ നമുക്ക് എങ്ങനെ റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കോക്കനട്ട് ഷെൽസിനായാലും കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്ക് എങ്ങനെ കൂടുതൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ചെയ്തിട്ട് അതിൻ്റെ യൂസർ ഫ്രണ്ട്ലിനെസ് കൂട്ടാൻ പറ്റും. എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളാണ് എൻ്റെ ഒരു പാഷൻ ഏരിയ. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു പാഷൻ വിട്ടിട്ട് ഞാനൊരു മണി മേക്കിങ്ങിന് വേണ്ടിയിട്ട് പുതിയൊരു ഐഡിയാസോ കാര്യങ്ങളോ ബിസിനസ്സിന്, അതുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സും കുറേ പേര് ചോദിക്കാറുണ്ട് ഇൻവെസ്റ്ററിന് ആവശ്യമുണ്ടോ, ഫണ്ട് ആവശ്യമുണ്ടോ. ഞാൻ കൂടുതൽ അവോയ്ഡ് ചെയ്യും, കാരണം എനിക്ക് ആ ഒരു മണി ആസ്പെക്റ്റ് ആര് ഫണ്ട് തരാമെന്ന് പറഞ്ഞാലും ഞാൻ അത് ചിലപ്പോൾ ആക്സെപ്റ്റ് ചെയ്തൊന്നും വരില്ല. കാരണം എനിക്കൊരു വിഷനുണ്ട് ആ കോക്കനട്ട് ഷെൽസും. ഇപ്പം നമ്മുടെ കൂടെയുള്ള ആർട്ടിസൻസ് ആയാലും, നമ്മളൊരു ചെറിയ ബിസിനസ്സായാലും നമുക്ക് എക്സ്റ്റേണൽ ഫണ്ടിങ് ഇല്ലാതെ നമ്മൾ സ്ട്രിക്റ്റ് ബഡ്ജറ്റ്സിലാണ് വർക്ക് ചെയ്യണത്. പക്ഷെ നമുക്ക് കുറച്ചും കൂടിയും വോള്യൂമും സ്കെയിലും ഒക്കെ കൂട്ടുമ്പം നമ്മുടെ കൂടെയുള്ള ആർട്ടിസൻസിനും എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് എനിക്കുണ്ട്, അവരുടെ ലൈഫിൽ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ആ ഒരു ഗോൾ വെച്ചിട്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇൻ ദി നിയർ ഫ്യൂച്ചർ ഞാൻ കോക്കനട്ട് ഷെൽസ് വിട്ടിട്ടുള്ള ഒരു ഇതിലേക്ക് ഞാൻ കാണുന്നില്ല. ബട്ട് ഡെഫിനറ്റ്ലി ലോങ് ടേം ഗോളിൽ എനിക്കറിയില്ല, നെക്സ്റ്റ് ഒരു 5 ഇയേഴ്സിന് എന്തായാലും കോക്കനട്ട് ഷെൽസ് തന്നെയാണ് ഫോക്കസ് ചെയ്യണത്. അതിൽ നമുക്ക് ഞാൻ കുറേ പോസിബിലിറ്റീസ് കാണുന്നുണ്ട്. ഹൗ ടു റിപ്ലേസ് പ്ലാസ്റ്റിക്സ്, സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് വിത്ത് കോക്കനട്ട് ഷെൽ. നമ്മളതൊരു ലിഡൊക്കെ വെച്ചിട്ട് ഒരു പുതിയ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ നല്ല രീതിയിൽ ഗവൺമെൻറ്റിനും പ്രൈവറ്റ് കമ്പനീസിലൊക്കെ പ്രൊമോട്ട് ചെയ്ത് നമ്മുടെ പ്ലാസ്റ്റിക് വേസ്റ്റ് എങ്ങനെ കുറയ്ക്കാൻ പറ്റും എന്നുള്ളൊരു മോട്ടോയിലാണ് ഞാൻ പോണത്. ഇപ്പോൾ ഏതാണ്ട് 3 വർഷം കംപ്ലീറ്റ് ആയി, 4ാമത്തെ വർഷത്തിലാണ്. ഈ സെയിൽസ് ഇപ്പോൾ എത്ര ടേൺ ഓവർ എത്രത്തോളം വളർന്നിട്ടുണ്ടാവും? നമ്മൾ ഇനിഷ്യലി ഒരു ഫ്യൂ ലാക്സ് ആനുവൽ ടേൺ ഓവറിന്ന് നമുക്ക് ഈ ഇയർ ക്ലോസിങ് ഒരു 1.5 CR ആണ് സെയിൽസ് വന്നിട്ടുള്ളത്. പക്ഷേ ഞാൻ എല്ലായിടത്തും പറഞ്ഞത് സെയിൽസ് റവന്യൂ മാത്രമാണ്, അതെൻ്റെ പ്രോഫിറ്റ് അല്ല. കുറേ പേര് അത് കേൾക്കുമ്പോൾ അവർക്ക് ഇത്രയും രൂപ വരുമാനമുണ്ട്, ഇത്രയും പൈസയുണ്ട്, അതല്ല, ഡെഫിനറ്റ്ലി എക്സ്പെൻസസ് ഉണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഈ ഒരു ട്രയൽ സ്റ്റേജ് ആണല്ലോ, പല പ്രോഡക്ട്സും പല ബ്രാൻഡിങ് ഇനിഷ്യേറ്റീവ്സിനും നമ്മൾ അത്രയ്ക്കൊരു റിട്ടേൺ കിട്ടിയെന്നൊന്നും വരില്ല. പക്ഷേ ഇത് നമ്മൾ ഈ ഒരു ഇപ്പോൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യണതല്ല, നമ്മളൊരു ലോങ് ടേം വിഷനിൽ പല മാർക്കറ്റിംഗ് എക്സ്പെൻസസും നമ്മൾ എടുക്കുന്നതും, ചിലപ്പോൾ വലിയ ഇവൻറ്റുകൾക്ക് നമുക്ക് ഗിഫ്റ്റിംഗ് പാർട്ട്നേഴ്സായിട്ടൊക്കെ കുറേ എക്സ്പെൻസസ് നമുക്ക് വരാറുണ്ട്. അതാണ് നമുക്ക്. പക്ഷെ എന്നാലും 1.5 CR വർത്ത് കോക്കനട്ട് ഷെൽസ് നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റി, അത് തന്നെ നമ്മളൊരു വലിയൊരു. അതെ 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 അതെ. പിന്നെ അത് ഏതൊരു മെറ്റീരിയൽ വെച്ച് നോക്കുമ്പോഴും, വുഡൊക്കെ വെച്ച് നോക്കുമ്പം ട്രീ കട്ട് ചെയ്യാണ്ട് നമുക്ക് വുഡ് കിട്ടില്ല. പക്ഷെ ഷെല്ല് എപ്പോഴും ഒരു വേസ്റ്റായി പോകുന്ന ഒരു പ്രൊഡക്റ്റിൽ നിന്ന് എടുത്തിട്ടാണ്, അല്ലെങ്കിൽ ഒരു കത്തിച്ച് കളയുന്ന ഒരു പ്രൊഡക്റ്റ് എടുത്തിട്ടാണ് ചെയ്യുന്നത്. അത് യൂസ് ചെയ്യുമ്പോഴും നമ്മൾ റീപ്ലേസ് ചെയ്യുന്നതും സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്സ് ആണ്. അപ്പോൾ എന്തുകൊണ്ടും എൻവയൺമെൻറ്റിന് അത്രയും ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയൊരു പ്രോഡക്റ്റാണ്. ഈ സ്കെയിൽ ചെയ്യുമ്പോൾ അതിനുള്ള ക്യാപിറ്റൽ എങ്ങനെ, ഇപ്പം ചെറിയ എമൗണ്ട് വെച്ചിട്ടാണ് തുടങ്ങിയെന്ന് പറഞ്ഞു, പിന്നീട് എപ്പോഴെങ്കിലും ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്തേക്ക് പോവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്രാൻറ്റുകൾ എടുക്കുകയോ അല്ലെങ്കിൽ ലോൺ എടുക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല, നമ്മൾ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. കൂടുതലും നമ്മൾ സെയിൽ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ഒരു മാർജിൻ ഫുള്ള് റീഇൻവെസ്റ്റ് ചെയ്യാണ് പതിവ്. ഇപ്പോൾ നമ്മൾ അങ്ങനെ ഒരു പ്രോഫിറ്റ് മാർജിനോ നമുക്ക് ഇപ്പം ഫണ്ട് ബിസിനസ്സിൽ നിന്ന് പുറത്തെടുക്കുക അങ്ങനെയില്ലേ. നമ്മൾ കിട്ടുന്നതെല്ലാം തിരിച്ച് ബിസിനസ്സിൽ തന്നെ റീഇൻവെസ്റ്റ് ചെയ്ത്
ബ്രാൻഡിനെ, പ്രോഡക്ട്സിനെയും പുതിയ ഇന്നോവേഷൻസും പിന്നെ അതുപോലെ സ്കിൽഡ് ആയിട്ടുള്ള ടീം മെമ്പേഴ്സിനെയും കൊണ്ടുവരാനാണ് ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്. ആ ഫണ്ടെല്ലാം നമ്മൾ ജനറേറ്റ് ചെയ്തത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സെയിൽസ് ത്രൂ തന്നെയാണ്. ഫാമിലി ഇപ്പം പാലക്കാട് സെറ്റിൽഡാണ് അല്ലേ? അതെ അതെ അതെ. ഹസ്ബൻഡ് ഉണ്ട്, പിന്നെ എൻ്റെ മോളാണ്, മോൾക്ക് 1.5 വയസ്സായി. ഇത്രയും കാലത്തെ ഒരു സംരംഭക ജീവിതത്തിൻ്റെ ഇടയിൽ ഏറ്റവും കൂടുതൽ നമ്മളെ ഇൻസ്പയർ ചെയ്തത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തന്നതാരായിരിക്കും? സപ്പോർട്ട് ഇനിഷ്യലി ഡെഫിനറ്റ്ലി എൻ്റെ പേരൻസ് ആയിരുന്നു. പിന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലി ആയാലും വളരെയധികം സപ്പോർട്ടീവ് ആയിരുന്നു. കാരണം നമ്മൾ ഇനിഷ്യലി സ്റ്റാർട്ട് ചെയ്യണ സമയത്ത് നമുക്ക് അങ്ങനെ ടീം മെമ്പേഴ്സോ ഒന്നുമില്ല. അപ്പോൾ ചിലപ്പോൾ ചിരട്ടകൾ അവിടെ നിന്ന് കൊണ്ടുവരാനുണ്ടാവും, അത് കൊറിയർ അയക്കാൻ പോകാനുണ്ടാവും. അപ്പോൾ എല്ലാത്തിനും ഒന്നെങ്കിൽ നമ്മൾ പോവും, അല്ലെങ്കിൽ ഹസ്ബൻഡ് പോകണമെങ്കിൽ വിളിക്കുമ്പോൾ ഒരിക്കലും ഒരു നോ ആരും പറഞ്ഞിട്ടില്ല. ആ ഒരു പോസിറ്റീവ് ഇതുണ്ട്, ഒരു ധൈര്യമുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ നാളെ ഒരാൾ ചോദിക്കും നാളെ ഒരു 1000 പീസ് ചെയ്യാൻ പറ്റുമോ, അത് ചിലപ്പോൾ 500 എണ്ണം ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഹസ്ബൻഡിൻ്റെ ഫാമിലി ആയാലും എനിക്ക് തന്നെ എന്തെങ്കിലും ചെയ്തു തീർക്കാം. ചിലപ്പോൾ ക്യാൻഡിൽസ് ഉണ്ടാക്കണം, കോക്കനട്ട് ഷെല്ലിൽ ക്യാൻഡിൽസ് ചെയ്യണം. അപ്പോൾ അതിൽ വാക്സ് ഫില്ല് ചെയ്ത് വിക്കൊക്കെ വെച്ച് ചെയ്യണം. അപ്പോൾ എപ്പോഴും അവരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പാണ് അവരൊരു സൊല്യൂഷൻ എനിക്ക് പറഞ്ഞു തരും. അപ്പോൾ അങ്ങനെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഫാമിലി സപ്പോർട്ട് എനിക്ക് വളരെ ക്രിട്ടിക്കലായിരുന്നു. അതില്ലെങ്കിൽ ഇപ്പോൾ മോളുണ്ടായപ്പോഴായാലും അതൊക്കെ വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. ആസ് എ ന്യൂ മദർ and as a founder, to do justice to both, I think one of the most difficult phases that I've gone through. പിന്നെ ഫിസിക്കലിയും അത്രയും ഒരു സ്ട്രെയിൻ വരുന്ന ഒരു പീരീഡാണ്. എന്നാൽ നമുക്ക് ബിസിനസ്സും നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ടീം മെമ്പേഴ്സ് ഉണ്ട്, നമുക്ക് കസ്റ്റമേഴ്സ് ഉണ്ട്, അവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഓർഡേഴ്സ്. നമുക്ക് ചിലപ്പോൾ നമുക്ക് മോളെ വിട്ട് പോകുമ്പോൾ ആ ഒരു ഗിൽറ്റി ഫീലിംഗ് അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണു, അത് രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാന്നുള്ളത് ഇറ്റ് ഈസ് എ ഡിഫിക്കൽട്ട് ടാസ്ക്. അപ്പോൾ എസ്പെഷ്യലി ഇനിഷ്യൽ മന്ത്സ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ന്യൂ ബോൺ ബേബി വെച്ചിട്ട് ചാലഞ്ചിങ് ആയിരുന്നു. ഇപ്പോൾ ഇതൊരു റിതമായിട്ട് പോകുന്നുണ്ട്. പക്ഷെ ആ ഒരു ഫാമിലി സപ്പോർട്ടാണ് എനിക്ക് ഏറ്റവും ക്രിട്ടിക്കലായിരുന്നത്. ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നത് തന്നെ വലിയൊരു ഭയങ്കര റിസ്ക്കും ഭയങ്കര വെല്ലുവിളികളും ഉണ്ടാക്കുന്നൊരു സംഗതിയാണ്. പലപ്പോഴും ഒരു അപ്സ് ആൻഡ് ഡൗൺസിൽ കൂടെയാണ് പലരും ബിസിനസ്സിൽ കടന്നു പോകുന്നത്. ഒരു സംരംഭകൻ എന്നുള്ള നിലയിലും ഒരു വനിതാ സംരംഭകൻ എന്നുള്ള നിലയിലും എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് നേരിടേണ്ടി വന്നിട്ടുള്ളത്? ഇതെപ്പോഴെങ്കിലും നിർത്തിപ്പോവേണ്ടി തോന്നിയിട്ടുണ്ടോ? തിരിച്ച് നേരത്തെ പറഞ്ഞല്ലോ ഒരു പ്ലാൻ ബി തിരിച്ച് വേണമെന്നുണ്ടെങ്കിൽ പോവാം എന്ന്. അതെ അതെ അതെ. ഒരു ലേഡി ഓൺട്രപ്രണർ എന്നുള്ള രീതിയിൽ ചില സമയത്ത് ആൾക്കാരുടെ കാഴ്ചപ്പാട് എനിക്ക് ഓർമ്മയുണ്ട്. ആദ്യമായിട്ട് എനിക്ക് ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കൊരു അക്കൗണ്ട്സിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു എൻ്റെ ബുക്ക് കീപ്പിംഗ് ഒക്കെ ചെയ്തിരുന്നത്. പക്ഷേ ഈ കുട്ടി ചെയ്യണത് ശരിയാണോ ഇല്ലയോ ഇത് എനിക്ക് ചെക്ക് ചെയ്യാൻ അറിയണമല്ലോ, അതെനിക്കറിയില്ല. ബേസിക്സ് എനിക്കറിയുള്ളൂ. പക്ഷേ അത് ബിസിനസ് ഗ്രോ ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്കൊരു അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ആദ്യം ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിനെ കൺസൾട്ട് ചെയ്തു. അപ്പോൾ ആളുടെ ഒരു സംസാരം ഇത് സൈറ്റിൽ തുടങ്ങിയ ഒരു സാധനമല്ല, അതിനിപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ പാലക്കാടിൻ്റെ ഒരാളെ അപ്രോച്ച് ചെയ്തത്. അങ്ങനെ ഒരു നമ്മളെ താഴ്ത്തിയുള്ളൊരു സംസാരം. അന്ന് അവർക്കും അറിയില്ല നമ്മൾ എന്ത് സ്കെയിലാണ് ചെയ്യണേ, എത്ര ടേൺ ഓവർ ഉണ്ട്, അതൊന്നും ആൾക്കറിയില്ല. പക്ഷെ ഞാനൊരു ലേഡിയാന്നുള്ളൊരു ഇതിൽ ആളത് എസ്യൂം ചെയ്തു. ഞാൻ വെറുതെ ഒരു സൈഡ് പ്രോജക്റ്റായിട്ട് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും, അത് കുഴപ്പമൊന്നുമില്ല, അതിപ്പോൾ ഓഡിറ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളത്. പിന്നെ എനിക്ക് താങ്ക്ഫുള്ളി വളരെ നല്ലൊരു ലേഡി CA ഞാൻ സംസാരിക്കും, അവർ തന്നെയാണ് ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ പൊതുവേ ആൾക്കാർക്കുള്ളൊരു ആറ്റിറ്റ്യൂഡും അസംഷനും ഉണ്ടാവും. അതെനിക്കൊരു വളരെ ഒരു വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ. നമ്മൾ അത്രയും ഒരു സീരിയസ് ആയിട്ടും ഡെഡിക്കേറ്റഡ് ആയിട്ടും ആയിരിക്കും ഓരോരുത്തരായിട്ട് സംസാരിക്കാൻ പോകണമെന്ന് ചെയ്യുന്നത്. അപ്പം അവർ നമ്മളെ ഒന്നും അറിയാതെ വിലയിരുത്തുമ്പോൾ ഉള്ള ഒരു കാര്യം. എന്തായിരുന്നു സെക്കൻഡ് ക്വസ്റ്റ്യൻ? നിർത്തി പോവാന്ന് തോന്നിയിട്ടുണ്ട്. ചാലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ചിലപ്പോൾ വലിയ കമ്പനീസ് ഓർഡർ ചെയ്യുന്നത്, ഇപ്പോൾ റിലയൻസ് ആയിരിക്കാം. അപ്പോൾ നമുക്കൊരു പോസിറ്റീവ് ഇത് ഉണ്ടാവും. അപ്പോൾ നമ്മൾ പക്ഷേ അവർക്ക് അയക്കുമ്പോഴായിരിക്കും അവരുടെ ഇപ്പോൾ സ്റ്റാർ ഹോട്ടൽസ് ആയാലും വലിയ കമ്പനീസ് ആയാലും ഭയങ്കര സ്ട്രിക്റ്റ് ക്വാളിറ്റി കൺട്രോളാണ്. ഇന്ന സൈസ് വേണം, ഇത്ര തിക്നെസ് വേണം. അപ്പോൾ അവരിതൊരു എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു മെറ്റീരിയലാണ് കോക്കനട്ട് ഷെൽസ്. ഇതിൽ ലോകത്തിൽ ഏത് 2 ചിരട്ട എടുത്താലും വേരിയേഷൻ ഉണ്ടാവും. അതിൽ ഇത്ര സ്ട്രിക്റ്റ് ക്വാളിറ്റി കൺട്രോൾ വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ശരിയാവില്ല.
അപ്പോൾ ഇപ്പോൾ റിലയൻസിൽ നമ്മൾ മുമ്പ് സപ്ലൈ ചെയ്തിരുന്നു. ഇപ്പം നമ്മൾ പറയാറുണ്ട് നിങ്ങളുടെ ക്വാളിറ്റി കൺട്രോൾ ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ തരില്ല എന്നുള്ളത്. ഇപ്പോൾ അവർക്കറിയാം ഈ കോക്കനട്ട് ഷെല്ല് മീറ്റ്. പക്ഷേ ഇനിഷ്യലി അവരിങ്ങനെ പറഞ്ഞ് നമ്മുടെ പേയ്മെൻറ്റ് ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരെ കുറ്റം പറയില്ല, അവർക്കും അറിയില്ല, ആദ്യമായിട്ടാണല്ലോ ഇങ്ങനത്തെ ഒരു മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ചെയ്യണത്. അപ്പോൾ ആ ഒരു ഫണ്ടൊക്കെ ബ്ലോക്ക് ആയപ്പം അത് വലിയൊരു ഓർഡർ ആയിരുന്നു. ഒരു ബുദ്ധിമുട്ടുള്ള സ്റ്റേജ് തന്നെയായിരുന്നു. ഇനി ഇത്രയും, കാരണം നമ്മൾ അത്രയും ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഒരു 15% മാർജിന് വേണ്ടിയിട്ട് കുറേ പ്രൊഡക്ഷനൊക്കെ ചെയ്ത് ഇതൊക്കെ ഇവർക്ക് അയച്ചത്. അപ്പോൾ കുറേ സാധനങ്ങളൊക്കെ റിജക്റ്റ് ആകുമ്പോൾ നമുക്ക് ഉള്ളിലൊരു അന്ന സമയത്തൊക്കെ ഒരു വിങ്ങലാണ്, ഇത്രയും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പോയിട്ട് എങ്ങനെയാണിത് റിക്കവർ ചെയ്യുക എന്നുള്ളത്. പിന്നെ സ്ലോലി അവരുടെയും അവെയർനെസ് നമ്മളിതിനെ പറ്റിയിട്ട് ഇൻക്രീസ് ചെയ്ത് നമ്മൾ പറയും. ഇപ്പോൾ കൊടുക്കുമ്പോൾ തന്നെ 1 സെൻറ്റിമീറ്റർ വേരിയേഷൻ എന്തായാലും ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ ആ ഒരു ട്രയൽ ആൻഡ് എററും അപ്സ് ആൻഡ് ഡൗൺസും ലേണിങ്സും രണ്ട് പാർട്ടിക്കും ലേണിങ്സ് ആയിരുന്നു, എനിക്കായാലും അവർക്കായാലും. അപ്പോൾ ആ ഒരു ഇത് പക്ഷെ കടന്ന് പോകാൻ പറ്റി. ആ ചാലഞ്ചസൊക്കെ ഓരോന്നോരോന്നായിട്ട് സോൾവ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റി. സോഷ്യൽ ഓൺടർപ്രണർ എന്നുള്ള നിലയിൽ മാത്രമല്ല, ഒരു വ്യക്തി എന്നുള്ള നിലയിലും ഒരുപാട് സോഷ്യൽ ആക്ടിവിറ്റീസിനകത്ത് ഇൻവോൾവ് ആണെന്ന് ഞാൻ മനസ്സിലാക്കണം. ഞാൻ ലിങ്ക്ഡിനകത്ത് നോക്കിയപ്പോൾ കുറച്ച് കുട്ടികൾക്ക് ഇംഗ്ലീഷ് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട് അല്ലേ? അതെ അതെ അതെ. എനിക്ക് പൊതുവേ ഇപ്പം അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് സമയം കിട്ടുന്നില്ല. എനിക്കൊരു ചെറിയ കുട്ടിയും ബിസിനസ്സായിരുന്നു. പക്ഷെ പൊതുവേ എനിക്ക് വളരെയധികം താല്പര്യമുള്ളൊരു കാര്യമാണ് സോഷ്യലി ഓരോ ആൾക്കാരുടെ ലൈഫ് ഇമ്പാക്റ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അന്ന് ഞാൻ അത് ബോംബെയിൽ തന്നെയായിരുന്നു. ഞാൻ അന്ന് കോളേജ് ലൈഫാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി സമയമുണ്ടല്ലോ. സ്ലമ്മിലത്തെ ഒരു 14-15 ഇയർ ഓൾഡ് സ്റ്റുഡൻസ്, അതൊരു ബ്രിട്ടീഷ് കൗൺസിലിൻ്റെ ഒരു ഇനിഷ്യേറ്റീവ് ആയിരുന്നു. കോളേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ ട്രെയിൻ ചെയ്യാൻ പോവുമായിരുന്നു. ഇംഗ്ലീഷ് ലാംഗ്വേജ്, അവരുടെ അടുത്ത് ഇംഗ്ലീഷിൽ സംസാരിക്കുക, അവർക്ക് ഓരോ ടോപ്പിക്കുകൾ കൊടുത്ത് അവർ കൊണ്ട് ഗെയിംസ് കളിക്കുക, ഒക്കെ വളരെയധികം എൻജോയ് ചെയ്തിരുന്നൊരു ഫേസാണ്. ഹോപ്പ്ഫുള്ളി ഇനിയും അതിലേക്കൊക്കെ കമ്പനി സ്കെയിൽ ചെയ്യുമ്പോൾ ആ ഫണ്ട് യൂസ് ചെയ്ത് നമുക്ക് സോഷ്യൽ ഇമ്പാക്റ്റ് ഇനിഷ്യേറ്റീവ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈയിടെ ഒരു യൂട്യൂബ് വീഡിയോയിൽ മമ്മൂട്ടി മരിയയുടെ സംരംഭക വഴികളെക്കുറിച്ച് വളരെ പോസിറ്റീവായിട്ട് പറയുന്നത് കേട്ടു. ആ സാഹചര്യം എന്തായിരുന്നു? ഞാനൊരു അവാർഡ് ഷോന് പോയപ്പോഴാണ് എനിക്കാണ് ആ ഒരു ഭാഗ്യം ഉണ്ടായിരുന്നത്, മമ്മൂക്കിയുടെ നിന്ന് ഒരു അവാർഡ് റിസീവ് ചെയ്യാനായിട്ടും. സാറ് പറഞ്ഞ ഒരു പോസിറ്റീവ് വേർഡ്സൊക്കെ എനിക്ക് കേട്ട് വളരെയധികം ഒരു പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു. എനിക്ക് മാത്രമല്ല, എൻ്റെ ടീമും ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ ഒരു സൂപ്പർ സ്റ്റാറിനെ കാണാൻ പറ്റുക, ഇങ്ങനത്തെ ഒരു ഇവൻറ്റിന് തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുക എന്നൊക്കെ ഉള്ളത് വലിയൊരു അച്ചീവ്മെൻ്റ് ആയിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും. അങ്ങനെ പറഞ്ഞത് എനിക്ക് തോന്നുന്നു നമ്മുടെ ആ ഒരു വിഷനും നമ്മുടെ ആ ഒരു വാല്യൂസുമാണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് എന്തുകൊണ്ട് ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി എന്നുള്ളതിലുപരി നമുക്ക് കുറച്ച് മോട്ടീവ്സ് ഉണ്ട്. അതായത് നമ്മൾക്ക് ഈ പ്രോഡക്ട്സ്, നമ്മുടെ ഒരു ട്രഡീഷണൽ ആർട്ട് ഫോം, കേരളയുടെ ഒരു ട്രഡീഷണൽ ആർട്ട് ഫോമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഓൾ ഇന്ത്യ ലെവലിൽ ശരിക്കൊരു ജിയോഗ്രഫിക്കലി ഇൻഡിക്കേറ്റഡ് ടാഗൊക്കെ ഉണ്ട് കോക്കനട്ട് ഷെൽ ക്രാഫ്റ്റ് എന്ന് പറഞ്ഞു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് ചെയ്തവരാരും ഇപ്പോൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അതിനൊന്ന് റിവൈവ് ചെയ്യാനുള്ള നമ്മുടെ ഒരു കോൺസ്റ്റൻറ്റ് എഫേർട്ട്, പിന്നെ നമ്മൾ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്സിനെ റീപ്ലേസ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്ന അവെയർനെസ്, പിന്നെ നമ്മുടെ കൂടെയുള്ള ആർട്ടിസൻസും അവരുടെ ജോബ് ഓപ്പർച്യൂണിറ്റീസും. അപ്പോൾ എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കണം നമുക്ക് അങ്ങനെ ഷെയർ ചെയ്തിട്ടുണ്ടാവും. എന്താണ് ഈ സംരംഭക രംഗത്തേക്ക് വരുന്ന ചെറുപ്പക്കാരോടും സ്ത്രീകളോടും എന്താണ് പറയാനുള്ളത്? ഒരു ബിസിനസ് തുടങ്ങാനുള്ളത് പലർക്കും ചിലപ്പോൾ തെറ്റായ ഐഡിയാസ് ഉണ്ടാവും. നമ്മളൊരു ബിസിനസ് തുടങ്ങിയാൽ നമ്മളായിരിക്കും എല്ലാത്തിൻ്റെയും ബോസ്, വേറെ ആരും നമ്മളെ, ചിലർക്ക് ഈ വർക്ക് ലൈഫൊക്കെ കഴിയുമ്പോൾ മാനേജേഴ്സും അവരായിട്ടുള്ള റിലേഷൻഷിപ്പ് ശരിയാവില്ല, അപ്പോൾ ബിസിനസ് ആയിരിക്കും അതിൻ്റെ ഒരു സൊല്യൂഷൻ. അല്ലെങ്കിൽ ജോബ് വിട്ട് ബിസിനസ് ചെയ്താൽ പെട്ടെന്ന് നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെ ഓരോ മിസ്കൺസെപ്ഷൻസ് കാരണം വരുന്നവരുണ്ടാകും. അപ്പം അത് കാരണം ഓൺട്രപ്രണർഷിപ്പിലേക്ക് വരരുത്. കാരണം നമ്മുടെ എല്ലാം തീരുമാനിക്കുന്നത് നമ്മുടെ കസ്റ്റമേഴ്സാണ്. അവരെത്ര തെറ്റായാലും നമ്മൾ അവർ ശരിയാണെന്ന് പറഞ്ഞിട്ട് തന്നെ മുന്നോട്ട് പോകണം. ഇപ്പം നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, കോക്കനട്ട് ഷെൽസ് എത്ര വേരിയേഷൻ ഉണ്ടെങ്കിലും അവരെത്ര ചൂടായാലും എനിക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റില്ല. അത് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്ത് നിൽക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ഓൺട്രപ്രണർഷിപ്പ് ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ഫീൽഡിനോട് അത്രയും പാഷനും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം ചൂസ് ചെയ്യുക.
പിന്നെ ആ ഒരു പാഷൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ആ ഒരു ഐഡിയ മാർക്കറ്റിൽ റെസ്പോൺസ് വരുമോ ഇല്ല എന്നുള്ളത് ആദ്യം ഒരു മാർക്കറ്റ് സ്റ്റഡി നടത്തുക. അതല്ലാതെ വലിയൊരു കടയോ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റോ പ്രൊഡക്ഷൻ ഫെസിലിറ്റിയോ സ്റ്റാർട്ട് ചെയ്യരുത് മാർക്കറ്റ് സ്റ്റഡി ഇല്ലാണ്ടും കസ്റ്റമേഴ്സായിട്ട് സംസാരിക്കാതെ ഇതിന് എത്രത്തോളം സെയിൽസ് പോസിബിലിറ്റീസ് ഉണ്ടെന്ന് മനസ്സിലാക്കാതെ ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കുക, ഇതിലൊരു വലിയൊരു ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുകയോ ചെയ്യരുത്. നമുക്ക് ആ ഒരു കോൺഫിഡൻസ് വരണം. പിന്നെ ഇപ്പോഴത്തെ പുതിയ പ്ലാറ്റ്ഫോംസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ആമസോൺ ആയാലും ഫ്ലിപ്കാർട്ട് ആയാലും ഇപ്പം ഡിജിറ്റൽ മാർക്കറ്റിങ്ങും ഗൂഗിൾ ആഡ്സും ഇൻസ്റ്റഗ്രാമും എല്ലാം ശരിക്കും കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുന്നത് മുന്നത്തെ വെച്ച് ആ ഒരു ഇനിഷ്യൽ ഫ്രിക്ഷനൊക്കെ വളരെ കുറവാണ്. നമുക്ക് ഈ ഒരു ഓൺലൈനായിട്ട് തന്നെ എല്ലാം ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്കായാലും ഓൺലൈൻ പ്ലാറ്റ്ഫോം ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഈ ഒരു ബിസിനസ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മുടെ കസ്റ്റമേഴ്സ് നാട്ടിലുള്ളവരല്ല, കൂടുതലും നമുക്ക് സിറ്റീസിലും പിന്നെ ഇൻ്റർനാഷണൽ കസ്റ്റമേഴ്സാണ്. ഇവരെ റീച്ച് ചെയ്യുക എന്നുള്ളത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങോ ആമസോണോ വെബ്സൈറ്റോ ഇല്ലെങ്കിൽ ഒരിക്കലും പോസിബിൾ അല്ല. നാട്ടിൽ ഞാൻ എത്ര ബുദ്ധിമുട്ടിയാലും ഈ പ്രൊഡക്റ്റ് സെയിലാവില്ല. അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും ഈ ഒരു ബിസിനസ് മേഖലയിലേക്ക് വരണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ പ്ലാറ്റ്ഫോംസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. പിന്നെയുള്ളത് കൺസിസ്റ്റൻറ്റ് എഫേർട്ടാണ്. നമ്മളായാലും ഇപ്പം ഡെയിലി വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നല്ല, ചെറിയ ചെറിയ കാര്യങ്ങൾ എല്ലാ ദിവസവും ചെയ്യുമ്പോഴാണ് നമുക്കൊരു 6 monthsോ 2 yearsോ കഴിഞ്ഞിട്ട് ആ ഒരു റിമാർക്കബിൾ ചേഞ്ച് കാണാൻ പറ്റുക. അതല്ലാണ്ട് നമ്മളൊരു 2 week ഫുൾ ടൈം ഇരുന്ന് പണിയെടുത്തിട്ട് ആ ഒരു ഇത് വരില്ല. അപ്പോൾ കൺസിസ്റ്റൻറ്റ് എഫേർട്ടും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഫെയിലിയേഴ്സ് വരുമ്പം നമ്മൾ ഉറപ്പാണ് നമുക്കിത് സക്സീഡ് ആവുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ പിടിച്ചു നിൽക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പായിരിക്കാം ചിലപ്പോൾ നമ്മൾ സക്സസ്സിലേക്ക് വരുന്നുണ്ടാവുക. പിന്നെ എനിക്ക് പറയാനുള്ളത് ബാക്കിയുള്ളവർ പറയണതനുസരിച്ചല്ല, നമ്മുടെ ഒരു ഗട്ട് ഫീൽ എന്താണ്, നമുക്ക് എന്താണ് ശരിയെന്ന് തോന്നണത്, പ്ലസ് മാർക്കറ്റ് സ്റ്റഡി. ചുറ്റുമുള്ളവർ പറയണത് കേട്ട് മുന്നോട്ട് പോകരുത്. നമ്മുടെ ഒരു ഗട്ട് ഫീലും പിന്നെ ഡേറ്റ ഈസ് ഇമ്പോർട്ടൻറ്റ്. അതാണ് നമ്മുടെ ഒരു പ്രൂഫും നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ധൈര്യം. വേസ്റ്റായി പോകാവുന്ന ചിരട്ടയിൽ നിന്ന് ഒരു ബിസിനസ് സാധ്യത കണ്ടെത്തിയ മരിയ കുര്യാക്കോസ് എന്ന സംരംഭകയുടെ വിശേഷങ്ങളാണ് നമ്മൾ ഇത്രയും നേരം കേട്ടത്. വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ്. നന്ദി മരിയ.